ഹലോ എവരിവൺ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് രാജ്കുമാർ ടി എം. നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എർത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി തുടങ്ങി. നമ്മൾ പഠിക്കുന്നത് ക്ലൈമറ്റോളജി എന്നുള്ള ടോപ്പിക്കിലെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കിയായിരുന്നു. അവർ തമ്മിൽ ഡിഫറൻസ്, അവരുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിരുന്നു. നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, for longitudes they are extending from 0 to 180 degree to the east and 0 to 180 degree to the west. ഈസ്റ്റിലേക്ക് 180 ഡിഗ്രിയും വെസ്റ്റിലേക്ക് 180 ഡിഗ്രിയും, അങ്ങനെ മൊത്തം 360 ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 360 ലോഞ്ചിറ്റ്യൂഡ്സ് വരയ്ക്കുവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്ത് കറങ്ങുമ്പോൾ ചേഞ്ച് വരുന്നത് ലോഞ്ചിറ്റ്യൂഡ്സിനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഈ ഒരു സ്ലൈഡിലെ ലോഞ്ചിറ്റ്യൂഡ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന 0 ഡിഗ്രി ഇതാണ് നിങ്ങളെ ഫേസ് ചെയ്യുന്നത് വിചാരിക്കും. എർത്ത് കറങ്ങുമ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യുന്നത് പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി മാറി 10 ഡിഗ്രി ആവും, പിന്നെ 20 ഡിഗ്രി ആവും, 30 ഡിഗ്രി ആവും. അതായത് ലോഞ്ചിറ്റ്യൂഡ്സ് മാറുന്നതനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് സമയത്തിൽ മാറ്റം വരിക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കോൺസെപ്റ്റ് ഓഫ് ടൈം എന്നുള്ളതാണ്. സമയം എന്നുള്ള കോൺസെപ്റ്റ്. മനുഷ്യർക്ക് ബേസിക്കലി സമയം എന്നൊരു കാഴ്ചപ്പാടൊക്കെ വന്നിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ആകെയുള്ളൊരു റെഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വെളിച്ചമാവുന്നു, സൂര്യനെ കാണുന്നു, വെളിച്ചമാവുന്നു, ഇവർക്ക് വരെ ഭക്ഷണം കണ്ടുപിടിക്കാനും വെള്ളം കണ്ടുപിടിക്കാനും മറ്റ് ആക്ടിവിറ്റീസിനെല്ലാം സൗകര്യമാവുന്നു. കുറേ കഴിയുമ്പോൾ വെളിച്ചമില്ലാതാകുന്നു, ഇരുട്ടാവുന്നു, ഇവർ സേഫായ സ്ഥലത്തേക്ക് മാറുന്നു, ഉറങ്ങുന്നു. വീണ്ടും ഇത് തന്നെ പ്രോസസ്സ്. പിന്നീടാണ് നമ്മൾ ഇതിനെല്ലാം കണക്ട് ചെയ്ത് തുടങ്ങിയത്, അല്ലേ? ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഒരു ദിവസമാവുന്നത്. അതിനെയാണ് നമ്മൾ ഒരു ദിവസമായി ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിച്ചവും അല്ലെങ്കിൽ രാവിലെയും പകലുകളും ഉണ്ടാവുന്നത്, പകലുകളും രാത്രികളും ഉണ്ടാവുന്നത്. അതേപോലെ ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഒരു വർഷം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് ആ ഒരു വർഷത്തിനെ നമ്മൾ 365 ദിവസങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. ആ 365 ദിവസങ്ങൾ നമ്മൾ 12 മാസങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. ആ 12 മാസങ്ങളിൽ ചിലതിനെ 30 ദിവസങ്ങൾ, 31 ദിവസങ്ങൾ, ഫെബ്രുവരി ആണ് 28, 29 ദിവസങ്ങളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നു. ഒരു ദിവസത്തെ നമ്മൾ 24 മണിക്കൂറായി ഡിവൈഡ് ചെയ്യുന്നു. ഓരോ മണിക്കൂറിനെയും 60 മിനിറ്റുകൾ, ഓരോ മിനിറ്റിനെയും 60 സെക്കൻഡുകൾ, മില്ലി സെക്കൻഡ് എന്ന രീതിയിലൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ആ ടൈം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ സൂര്യോദയം, സൂര്യാസ്തമയം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി എത്തിയത്. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രി എർത്ത് കറങ്ങുവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ഒരു ദിവസമായി കണക്കാക്കുന്നത്. അതായത് എർത്തിന്റെ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത് ആക്സിസിനെ ബേസ് ചെയ്ത് ഒരു പ്രാവശ്യം കറങ്ങുന്നത്. ആ കറക്കത്തിനെയാണ് നമ്മൾ ഒരു ദിവസമായി കണക്കാക്കി 24 മണിക്കൂറായി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനാണ് എർത്ത്, എൻ്റെ ഈ ബട്ടൺസ് ആണ് പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി എന്ന് വിചാരിക്കുക. നിങ്ങളാണ് സൂര്യൻ, അപ്പം നിങ്ങളെ ഫേസ് ചെയ്യുന്നു. എൻ്റെ ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിൽ കറങ്ങി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം, അത് ഞാൻ എർത്താണ്. അപ്പം എൻ്റെ റൊട്ടേഷൻ സമയം എത്രയാ? 24 മണിക്കൂർ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൈം മെറിഡിയൻ തന്നെ, അതാ ആ ഭാഗം തന്നെ നിങ്ങളെ ഫേസ് ചെയ്യുന്നു. ഞാനിപ്പോൾ എടുത്ത ആ ഒരു റൊട്ടേഷൻ, അതായത് ഞാൻ 360 ഡിഗ്രിയാണ് കറങ്ങുന്നത്, അല്ലെ? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ഡിഗ്രി കറങ്ങുന്നത്. നമുക്ക് 360 ലോഞ്ചിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ 360 ഡിഗ്രി കറങ്ങുവാനായിട്ട് എനിക്ക് വേണ്ട സമയം, അതായത് ഞാൻ എർത്താണ്, എർത്തിന് വേണ്ട സമയമാണ് എന്ത്? നമ്മൾ പറഞ്ഞ 24 മണിക്കൂർ. 360 ഡിഗ്രി കറങ്ങുവാനെടുക്കുന്ന സമയമാണ് 24 hours. ഈ 24 hours ഞാൻ മിനിറ്റുകളാക്കുക. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അറിയാലോ. അപ്പോൾ 360 ഡിഗ്രി കറങ്ങുവാനായിട്ട് എനിക്ക് വേണ്ടത് 24 × 60 മിനിറ്റുകൾ. ഞാനിതിനെ ക്യാൻസൽ ചെയ്യാണ്, ലൈക്ക് കട്ട് ചെയ്ത് കളയാണ്. 360 60 പോവും, ഇവിടെയും 60 പോവും. അതായത് അവസാനം നമുക്ക് കിട്ടും 1 ഡിഗ്രി എർത്തിന് കറങ്ങുവാൻ എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ്. 1 ഡിഗ്രി എർത്തിന് കറങ്ങുവാൻ എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ്. ഞാൻ ഈ കണക്കിനെ കട്ട് ചെയ്തതാ. ഇത് 60 60, ഇവിടെ 6 24 ആവും. 6 24 6 പിന്നെയും കളഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 1 മണിക്കൂർ കൊണ്ട് എർത്ത് കറങ്ങുന്ന എത്രയാ? 15 ഡിഗ്രി കറങ്ങുന്നു. ഇത് നമുക്ക് എടുക്കാം. 1 ഡിഗ്രി കറങ്ങുവാൻ എർത്ത് എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ്. ഇത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഒരു ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് മറ്റൊരു ലോഞ്ചിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴാണ് സമയത്തിന് മാറ്റം വരിക. അതായത് ഞാൻ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് 20 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സമയത്തിന് മാറ്റം വരും. നമ്മൾ എർത്തിന്റെ കറക്കവുമായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ 1 ഡിഗ്രി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും 4 മിനിറ്റ് ആണ് വ്യത്യാസം വരേണ്ടത്. അതായത് ഞാൻ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ വാച്ചിൽ ഞാൻ 4 മിനിറ്റ് സമയം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, 1 ഡിഗ്രി ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 4 മിനിറ്റ്.
ഞാൻ 10 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ ഇപ്പം നിൽക്കുന്നു. ഞാൻ 11 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ എൻ്റെ സമയം ഞാൻ 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. 12ലേക്ക് മാറിക്കഴിഞ്ഞാൽ വീണ്ടും 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഓരോ ഡിഗ്രി നമ്മൾ മൂവ് ചെയ്യുമ്പോഴും there will be a difference of 4 minutes. ഓരോ ഡിഗ്രി നമ്മൾ മൂവ് ചെയ്യുമ്പോഴും 4 മിനിറ്റ് വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. So with change in every degree there will be a difference of 4 minutes. നോക്കുക, with change in every latitude, latitude അല്ല, with change in every longitude ആണ് വരുന്നത് കേട്ടോ. So within every change in every longitude there will be a time difference of 4 minutes. ഓരോ ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോഴും 4 മിനിറ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ 4 മിനിറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കാം. സോ ഇഫ് യു ആർ കൺസിഡറിങ് ഇന്ത്യ, ഞാൻ ഇന്ത്യയുടെ ഒരു മാപ്പ് വരയ്ക്കാം. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് ഇന്ത്യ. ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുജറാത്തിലാണ്. ഏകദേശം 68 ഡിഗ്രി 70 മിനിറ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് അരുണാചൽ പ്രദേശിലാണ്. ഏകദേശം 97 ഡിഗ്രി 25 മിനിറ്റ്സിലാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ വ്യത്യാസം വരുന്നുണ്ട്. നോക്കുക, ഇത് 68 ഡിഗ്രി, ഇത് 97 ഡിഗ്രി. അപ്പോൾ ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് 68 97 ഏകദേശം 29 ആണ് വരുന്നത്. നമ്മൾ 30 ആയിട്ട് എടുക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താ, 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മാറുമ്പോൾ 4 മിനിറ്റ് വ്യത്യാസമുണ്ടെന്ന്. അതായത് 30 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 30 × 4 120 മിനിറ്റിന്റെ വ്യത്യാസം വരണം. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 മണിക്കൂറിന്റെ വ്യത്യാസം വരണം. നമ്മൾ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോയാൽ തന്നെ മണിക്കൂറുകളുടെ അല്ലെങ്കിൽ പറയുന്ന മിനിറ്റുകളുടെ വ്യത്യാസം വരുത്തണം. 1 ഡിഗ്രി പോകുമ്പോൾ 4 മിനിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ബോംബെയിൽ നിന്ന് സപ്പോസ് നിങ്ങൾ കൊൽക്കട്ടയ്ക്ക് ട്രെയിൻ കയറി എന്ന് വിചാരിക്കുക, സമയം മാറ്റണം. നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി എന്ന് വിചാരിക്കുക, സമയം മാറ്റണം. ഇത് വളരെ കൺഫ്യൂസിങ് അല്ലേ? നമ്മൾ ഒരു രാജ്യത്തിൽ തന്നെ പല സിറ്റീസിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സമയം മാറ്റേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും വളരെ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു മെക്കാനിസമാണ് സ്റ്റാൻഡേർഡ് ടൈംസിനെ തിരഞ്ഞെടുക്കുക. സ്റ്റാൻഡേർഡ് ടൈം തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ കൺസിഡർ ചെയ്തു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഏകദേശം 30 ഡിഗ്രി ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഒരു ലോഞ്ചിറ്റ്യൂഡ് ചൂസ് ചെയ്യാണ്. 68ഉം 97ഉം ഇതിന് നടുക്ക് കിടക്കുന്ന ഏകദേശം കിടക്കുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എടുത്തു. ഓക്കെ, നമ്മൾ 68ഉം 97ഉം നമ്മൾ ഇതിന്റെ നടുക്ക് കിടക്കുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് എടുക്കുകയാണ്. നടുക്ക് കിടക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം 82.5 ഡിഗ്രി എന്ന് പറയുന്ന ലോഞ്ചിറ്റ്യൂഡ് എടുക്കുന്നു. ഞാൻ മറ്റൊരു ഫിഗറിൽ വരയ്ക്കാം. അതായത് സപ്പോസ് ദിസ് ഈസ് ഇന്ത്യ. ഇത് ഇന്ത്യ ആണ് സങ്കല്പിക്കുക. ഇന്ത്യയിലെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് 68 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞു. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് 97 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞു. ഇത് നടുക്ക് കിടക്കുന്ന ഏകദേശം നടുക്കായി കിടക്കുന്ന ഒരു ലൈൻ നമ്മൾ ചൂസ് ചെയ്തു. ഏത് ലോഞ്ചിറ്റ്യൂഡ്? 82.5. 68 97 ഏകദേശം നടുക്കല്ല, 82.5. 82.5 എന്ന് പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡ് ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു 82 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള സമയം എന്താണോ അതാണ് ഇന്ത്യ മൊത്തത്തിലുള്ള സമയം. ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന്റെ സമയം എന്താണോ അതാണ് ഇന്ത്യ മൊത്തത്തിലുള്ള സമയം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, 1 ഡിഗ്രി കറങ്ങുവാൻ എർത്ത് എടുക്കുന്നത് 4 മിനിറ്റ്. അതിനർത്ഥം നമ്മൾ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വാച്ചിൽ 4 മിനിറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ സമയം മാറ്റേണ്ട അവസ്ഥ വരുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടല്ലേ? അതിനുവേണ്ടി രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഒരു ലോഞ്ചിറ്റ്യൂഡ് ചൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇന്ത്യ 82 ഈസ്റ്റ് എന്ന് പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡ് എടുത്തു. ഏകദേശം നമ്മുടെ അലഹാബാദ് എന്ന് പറഞ്ഞ UP-യിലെ സ്ഥലം, അലഹാബാദിന് അടുത്ത് കൂടെ മിർസാപൂർ എന്ന സ്ഥലത്ത് കൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ സമയം എന്താണോ അതാണ് ഇന്ത്യ മൊത്തത്തിലുള്ള സമയം. അപ്പൊ സിറ്റിയിലും പോകുമ്പോൾ മാറ്റണ്ട. നമ്മൾ പറഞ്ഞെന്താ, ഈ 82 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ സമയം എന്താണോ അതാണ് ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ കണക്കാക്കുന്ന സമയം. ഗുജറാത്തിലായാലും അരുണാചൽ പ്രദേശിലായാലും കശ്മീരിലായാലും കന്യാകുമാരിയിലായാലും 82 ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ സമയമാണ് ഇന്ത്യ ടോട്ടലി നമ്മൾ കണക്കാക്കുന്ന സമയം. ആ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അഥവാ IST എന്ന് പറയുക, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇതുപോലെ എല്ലാ രാജ്യങ്ങളും ഒന്നിൽ കൂടുതലോ സ്റ്റാൻഡേർഡ് ടൈംസ് എടുത്തിട്ടുണ്ട്. പാകിസ്ഥാനുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം, ശ്രീലങ്കയ്ക്ക് ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ എല്ലാ രാജ്യങ്ങളും അവരുടെ സ്റ്റാൻഡേർഡ് ടൈംസ് എടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്ലോബലൈസേഷന്റെ ലോകത്താണ്, അതായത് എല്ലാ രാജ്യങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടൈം എന്നൊരു കോൺസെപ്റ്റ് എടുത്തു കഴിയുമ്പോൾ ബേസിക്കലി ഇത് എവിടെയെങ്കിലും വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് വെക്കണ്ടേ. ഇപ്പൊ നിങ്ങളിപ്പോൾ UK പോകുന്നു, അമേരിക്കയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവിടെ പോകുന്നു, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത്ര മണിക്കൂർ വ്യത്യാസം. അപ്പൊ നമ്മൾ ഇതൊക്കെ കമ്പയർ ചെയ്യാൻ എടുക്കുന്ന ഒരു വാല്യൂ ആണ് GMT എന്ന് പറയുന്നത്. GMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രീൻവിച്ച് മീൻ ടൈം. അതാണ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻവിച്ച് എന്നുള്ള വാക്ക് നമ്മൾ മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞത്? ലോഞ്ചിറ്റ്യൂഡ്സ് പഠിച്ചപ്പോൾ. ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രൈം മെറിഡിയൻ നമ്മൾ തെരഞ്ഞെടുത്തത് റോയൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ച് ലണ്ടൻ. ലണ്ടനിലെ റോയൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററിയുടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്താണോ അതാണ് നമ്മുടെ 0 ഡിഗ്രി പ്രൈം മെറിഡിയൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളിലെയും സ്റ്റാൻഡേർഡ് ടൈമിനെ ഈ പ്രൈം മെറിഡിയനിലെ ടൈം, അതാണ് ഗ്രീൻവിച്ച് മീൻ ടൈം, അതുമായിട്ട് കമ്പയർ ചെയ്ത് വെക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ പുതിയ ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ പുതിയ ഫോണിൽ ആദ്യമായി ടൈം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ചൂസ് ചെയ്യും. എങ്ങനെയാ? IST ചൂസ് ചെയ്യും. IST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവും GMT + 5 hours 13 minutes. അതായത് GMT-യേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഇതുപോലെ എല്ലാ രാജ്യത്തിന്റെ ടൈമും GMT ആയിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. GMT-യേക്കാൾ 5.5 മണിക്കൂർ മുൻപിൽ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ള കോൺസെപ്റ്റ്. ഇനി 5.5 മണിക്കൂർ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിലും ഇത് വലിയ കാര്യമൊന്നുമില്ല, ഓർത്ത് വയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. GMT എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം മെറിഡിയൻ, 0 ഡിഗ്രിയിലെ സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കടന്നു പോകുന്ന എവിടെയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ്, 82.5 ഡിഗ്രിയാണ് എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. 1 ഡിഗ്രിക്ക് എത്ര മിനിറ്റ് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 1 ഡിഗ്രി മൂവ് ചെയ്താൽ 4 മിനിറ്റ് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 82.5 ഡിഗ്രി മൂവ് ചെയ്താൽ എത്രയുണ്ടാവും? 82.5 × 4, 80 × 4 320, 2 × 4 10, 330 മിനിറ്റുകൾ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 330 / 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5.5 എന്ന് കിട്ടും. അതായത് 5.5 മണിക്കൂർ വ്യത്യാസം. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ. 1 മിനിറ്റ്, 1 ഡിഗ്രി പോയാൽ 4 മിനിറ്റ്. അപ്പൊ 82 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 5.5 മണിക്കൂർ. സോ GMT എന്ന് + 5 hours 30 minutes ആണ് എന്ത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒരു ടൈം സോൺ എടുക്കുമ്പോൾ ചില രാജ്യങ്ങൾക്ക് ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് കൂടുതലാണ്. അതായത് ദേ ആർ ലൈക്ക് വൈഡർ, അവർക്ക് വിഡ്ത്ത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് കൂടുതലായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് കൂടുതലുള്ള ചില രാജ്യങ്ങളുണ്ട്. ഇഫ് യു കൺസിഡർ, നോക്കുക, നമ്മുടെ ഈ സ്ലൈഡിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതാണ് ഇന്ത്യ. ഇവിടെ കാണുന്ന ചെറുതാണ് ഇന്ത്യ, ഈ യെല്ലോ കളറിൽ കാണുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ദിസ് ബ്രൗൺ കളർ, ഈ ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ഒരു പീച്ച് കളറിൽ കാണുന്ന ഈ റീജിയൻസ് എല്ലാം, ഓൾ ദീസ് റീജിയൻസ്, ഇതൊക്കെ എന്താണ്? ഈ റീജിയൻ ഒക്കെ റഷ്യയാണ്. അപ്പൊ റഷ്യ പോലുള്ള രാജ്യത്തിന് ഭയങ്കര ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസാ. USA ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് കൂടുതലാണ് ഇന്ത്യയെക്കാളും. കാനഡ കൂടുതലാണ്. അപ്പൊ അത്തരത്തിൽ വളരെയധികം ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് ഉള്ള, ഈസ്റ്റ് വെസ്റ്റ് ലെങ്ത് ഉള്ള രാജ്യങ്ങൾക്ക് ഒരു ടൈം സോൺ കൊണ്ട് മതിയാവില്ല. അവരെന്ത് ചെയ്യും? ഒന്നിൽ കൂടുതൽ ടൈം സോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചില രാജ്യങ്ങൾക്ക് ഒരു ടൈം സോൺ ഉണ്ടാവുള്ളൂ. ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് കൂടുതൽ രാജ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ടൈം സോൺസ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റഷ്യ നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് ഏകദേശം 11 ടൈം സോൺസ് ഉണ്ട്. USA-ക്ക് ഉണ്ട് ഒരുപാട് ടൈം സോൺ, 9 ഉണ്ട്. കാനഡയ്ക്ക് ഉണ്ട്. അപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഓരോന്നേ ഉള്ളൂ. പക്ഷേ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് ഉള്ള കൂടുതൽ രാജ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ടൈം സോൺസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള രാജ്യം ഏതാണ്? മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു റഷ്യയാണെന്ന്. കാരണം റഷ്യക്കാണല്ലോ ഏറ്റവും ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് ഉള്ളത്. പക്ഷെ റഷ്യ അല്ല. ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള രാജ്യം ഫ്രാൻസ് ആണ്. നമ്മൾ ഈ മാപ്പിൽ നോക്കിയാൽ, യൂറോപ്പിന്റെ മാപ്പിൽ നോക്കിയാൽ അവിടെ കിടക്കുന്ന ചെറിയൊരു കഷ്ണമാണ് ഫ്രാൻസ്. പക്ഷേ ഫ്രാൻസിന് എന്തുകൊണ്ട് ഇത്രയും ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് ഇല്ലാണ്ടും എന്തുകൊണ്ട് അവർക്ക് ഇത്രയും വലിയൊരു ടൈം സോൺ വരുന്നു, ഇത്രയും നമ്പർ ഓഫ് ടൈം സോൺ വരുന്നു? ഫ്രാൻസും UK എല്ലാം പണ്ടത്തെ കൊളോണിയൽ നേഷൻസ് ആണ്. അപ്പൊ ഫ്രാൻസ് പണ്ട് പോയിട്ട് ലോകത്തിന്റെ പല ഭാഗവും പിടിച്ചെടുത്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാരെ പോലെ തന്നെ. അതിന്റെ പല ഭാഗവും ഇന്നും ഫ്രാൻസ് അധീനതയിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്തോനേഷ്യയിലെ റീയൂണിയൻ ഐലൻഡ്സ് ഫ്രാൻസിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ പല ഭാഗത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാം ടൈം സോൺ കൂട്ടി വരുമ്പോൾ ഫ്രാൻസിന് ഏകദേശം 12-13 ടൈം സോൺസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞ ടൈം സോൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ആ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. കോൺസെപ്റ്റ് ഓഫ് ടൈം.
സോ വിത്ത് ചേഞ്ച് ഇൻ എവറി ലാറ്റിറ്റ്യൂഡ്, നമ്മൾ ഓരോ ലാറ്റിറ്റ്യൂഡ് അല്ല ലോഞ്ചിറ്റ്യൂഡ്, നേരത്തെ പറഞ്ഞു സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇറ്റ്സ് നോട്ട് ലാറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡ്. വിത്ത് ചേഞ്ച് ഇൻ എവറി ലോഞ്ചിറ്റ്യൂഡ് ദർ വിൽ ബി എ ടൈം ഡിഫറൻസ് ഓഫ് 4 minutes. ഓരോ ലോഞ്ചിറ്റ്യൂഡ് പോകുമ്പോഴും 4 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും. Thus, it will be difficult for travelers as they have to adjust their watch while moving from one city to another. യാത്രക്കാർക്ക് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ വാച്ച് 4 മിനിറ്റ് അപ്പപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞു ടു അവോയ്ഡ് സച്ച് കൺഫ്യൂഷൻസ് കൺട്രീസ് സ്റ്റാർട്ടഡ് ടു ചൂസ് സ്റ്റാൻഡേർഡ് ടൈം. ഓരോ രാജ്യങ്ങളും ടൈം സോൺസ് എടുത്തു തുടങ്ങി, സ്റ്റാൻഡേർഡ് ടൈം എടുത്തു തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ചൂസ് 82.5 degree ഈസ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്. 82.5 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസിംഗ് നിയർ അലഹാബാദ് ആസ് ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയൻ. അതായത് അലഹാബാദിനടുത്ത് കൂടെ അടുത്ത് പോകുന്ന 82.5 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയൻ ആയിട്ട് എടുത്തു. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ ഒരു എക്സ്പാൻസ് പറഞ്ഞില്ല, 68 degree ഈസ്റ്റും 97 degree ഈസ്റ്റിലും 68 degree വെസ്റ്റിലുമാണ് എന്ത് ഇന്ത്യയുടെ ഒരു ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് കിടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ കാണുന്ന ഈ റെഡ് ലൈൻ, യു ക്യാൻ സീ റെഡ് ലൈൻ, ഈ റെഡ് ലൈനിൽ കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യു പിയിലുള്ള അലഹാബാദിനടുത്തുള്ള മിർസാപൂറിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ കൂടെ ഇന്ത്യൻ മെറിഡിയൻ കടന്നു പോകുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയൻ പോകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഉത്തർപ്രദേശ് ഉണ്ട്, ഇത് യു പി. ദെൻ ഈ കാണുന്നത് മധ്യപ്രദേശ് കൂടെ പോകുന്നുണ്ട്. ഈ കാണുന്നത് ഛത്തീസ്ഗഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ താഴെ യു ക്യാൻ സി ഒഡീഷയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ ഏറ്റവും താഴെ ആന്ധ്രാപ്രദേശ്. സോ ദി പ്രൈം മെറിഡിയൻ ഈസ് പാസിംഗ് ത്രൂ ദീസ് സ്റ്റേറ്റ്സ്. പ്രൈം മെറിഡിയൻ അല്ല, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയൻ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, സോ ഇത്രയും രാജ്യത്തുകൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മെറിഡിയൻ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് എഹെഡ് ഓഫ് ദി ഗ്രീൻവിച്ച് മീൻ ടൈം ബൈ 5 hours 30 minutes. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രീൻവിച്ച് മീൻ ടൈം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കൺട്രീസ് വിത്ത് മോർ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പാൻസ് വിൽ ഹാവ് മോർ ദാൻ 1 time zones. ഫോർ എക്സാമ്പിൾ, റഷ്യക്ക് എത്ര ടൈം സോൺ ഉണ്ട്? 11 time zone. ആൻഡ് ഫ്രാൻസ് ഇസ് ദി കൺട്രി വിത്ത് മോസ്റ്റ് നമ്പർ ഓഫ് ടൈം സോൺ. കാരണം നമ്മളൊരു ചോദ്യം കണ്ടാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും റഷ്യയാണെന്ന്, പക്ഷെ റഷ്യ അല്ല, ഫ്രാൻസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് കോൺസെപ്റ്റ് ഓഫ് ടൈം എന്നുള്ള വീഡിയോയുടെ ഇടയിൽ വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ബേസിക്കലി ഒരു കാര്യം കൂടി ഉണ്ട്, ദാറ്റ് ഇസ് ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.